കുട്ടികളെ ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ദി പെയർ ഓഫ് നോർമൽ ആൻഡ് ഇൻവേഴ്സ് സ്പൈനൽ റെസ്പെക്റ്റീവ്ലി. അതിൻ്റെ ഓപ്ഷൻസ് NiFe2O4 and CO3O4, option B Fe3O4 and CO3O4, F3O4 and Mn3O4, Mn3O4 and NiFe2O4. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിലൊരു ചോദ്യമായിരിക്കും സ്പൈനൽസ് ആൻഡ് ഇൻവേഴ്സ് സ്പൈനൽ. ഇതിനെ സംബന്ധിച്ചുള്ളൊരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഈ മോളിക്യൂൾ സ്പൈനലാണോ ഇൻവേഴ്സ് സ്പൈനലാണോ കണ്ടുപിടിക്കാൻ ഈ മോളിക്യൂളിൻ്റെ ഒക്കെ CFSC കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാത്തിനും CFSC കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ ചെക്ക് ചെയ്യുക. എന്നിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉത്തരത്തിലേക്ക് എത്തണം. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ 1 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ആ 1 മിനിറ്റ് കൊണ്ട് ഇത്രയും മോളിക്യൂൾസിൻ്റെ CFSC ഒക്കെ കാൽക്കുലേറ്റ് നമ്മളെ കൊണ്ട് പറ്റില്ല. ഇനി അഥവാ CFSC ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ഉത്തരമായിരിക്കും കിട്ടുകയും ചെയ്യും. ഐ മീൻസ് നമ്മളെ ഉത്തരം തെറ്റാനും സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇത് സ്പൈനലാണോ ഇൻവേഴ്സ് സ്പൈനലാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പറയാം. ഏകദേശം ഞാൻ എടുത്തു നോക്കിയപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിയപ്പോഴും ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയപ്പോഴും ആ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അത് സ്പൈനലാണോ ഇൻവേഴ്സ് സ്പൈനലാണോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റൈറ്റ്? നമ്മൾ ആ ഷോർട്ട് കട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് സ്പൈനൽ, എന്താണ് ഇൻവേഴ്സ് സ്പൈനൽ എന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ മറ്റൊരു കാര്യം പറയാം. ആ സ്പൈനൽസ് ആൻഡ് ഇൻവേഴ്സ് സ്പൈനലിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ടേം പറയാം, മിക്സഡ് ഓക്സൈഡ്സ്. മിക്സഡ് ഓക്സൈഡ്സ്. വാട്ട് ഈസ് മിക്സഡ് ഓക്സൈഡ്സ്? യുനോ Fe3O4 എന്നൊരു ഓക്സൈഡ് ആണ്. ഈ ഓക്സൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം നിങ്ങൾ, ഇറ്റ് എക്സിസ്റ്റ് ആസ് FeO.Fe2O3 ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാം. ഇതും ഒരു ഓക്സൈഡാ. ദാറ്റ് എക്സിസ്റ്റ് ആസ് NiO.Cr2O3 ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാം. യുനോ Fe3O4 NiCr2O4. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഓക്സൈഡിൽ 2 തരത്തിലുള്ള മെറ്റൽസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ Feയുടെ ചാർജ് +2, ഇത് -2 ആയിരിക്കും. Fe2O3യിൽ ഇത് -2, ഇത് +3 ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഈ Fe3O4 അല്ലേ 2 തരത്തിലുള്ള Fe ഉണ്ട്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള Fe ഉണ്ട്, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള Feയും ഉണ്ട്. അതേപോലെ ഈ കേസിലാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഓക്സിജന് -2 അല്ലേ, അപ്പോൾ Niക്ക് +2, അതേപോലെ തന്നെ Cr2O3 ഇവിടെയും +3യും അതേപോലെ തന്നെ -2 ഇങ്ങനെ ഉണ്ടാകുക. ഹിയർ അഗൈൻ യു ക്യാൻ സീ ദാറ്റ് +2 ആൻഡ് +3. സോ വാട്ട് ഈസ് മിക്സഡ് ഓക്സൈഡ് മീൻസ്? മിക്സഡ് ഓക്സൈഡ് is nothing but is an oxide which consists of a divalent cation and trivalent cation. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള ഒരു മെറ്റൽ ആറ്റവും വേണം, +3 ഓക്സിഡേഷനുള്ള മെറ്റൽ ആറ്റവും ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് മിക്സഡ് ഓക്സൈഡ്സ്. അങ്ങനെയാകുമ്പോൾ ഈ മിക്സഡ് ഓക്സൈഡിന് ഒരു ജനറൽ ഫോമിൽ കൊടുക്കുക. ഇത് A എന്ന് പറഞ്ഞൊരു മെറ്റൽ Fe, അതിൻ്റെ ഓക്സൈഡ് എഗെയിൻ ആര് തന്നെയാണ്? A തന്നെയാണ് അല്ലേ? Fe മീൻസ് എഗെയിൻ ഇവിടെ Fe A തന്നെയാണ്, ഇവിടെയും Fe മീൻസ് A തന്നെയാക്കി എടുക്കും നമ്മൾ. അങ്ങനെയാകുമ്പം ഇറ്റ് ഈസ് A2O3, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക A3O4. ഇതുപോലത്തെ ഒരു മിക്സഡ് ഓക്സൈഡ്സ് ഉണ്ട്. റൈറ്റ്? ഇനി ഈ കേസിലാണെങ്കിൽ ഈ മിക്സഡ് ഓക്സൈഡ് നമുക്ക് ജനറലി ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് A, ഐ മീൻസ് Niക്ക് നമ്മൾ A എന്ന് കൊടുക്കുക, ഇത് AO റെഡി, ഇത് B ടൈപ്പ് അല്ല, ക്രോമിയം മീൻസ് അനദർ ആറ്റം, ദാറ്റ് ഈസ് B2O3. ഇതിനെ കൂട്ടിക്കഴിഞ്ഞാൽ വിൽ ഗെറ്റ് AB2O4 ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി പറയുന്നത് കേൾക്കുക, ഇതും മിക്സഡ് ഓക്സൈഡാ, ഇതും മിക്സഡ് ഓക്സൈഡാ. ആ മിക്സഡ് ഓക്സൈഡുകൾ ഒരു പക്ഷേ സ്പൈനൽ ആയിരിക്കും അല്ലെങ്കിൽ ഇൻവേഴ്സ് സ്പൈനൽ ആയിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ വേ ഓഫ് അറേഞ്ച്മെന്റ് ഇൻ ദി ക്രിസ്റ്റൽ പ്ലെയിൻ. അല്ലെങ്കിൽ ക്രിസ്റ്റൽസിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിൽ അവന്മാർ സ്പൈനലോ ഇൻവേഴ്സ് സ്പൈനലോ ആയിരിക്കും. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്പൈനലാന്ന് പറയാൻ പറ്റൂല, ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്പൈനലോ ഇൻവേഴ്സ് സ്പൈനലോ എന്ന് പറയാൻ പറ്റൂല. ഇത് അറിയണമെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ അറിയണം. ഓക്കെ, അനദർ എക്സാമ്പിൾ ഓഫ് മിക്സഡ് മെറ്റൽ ഓക്സൈഡ്സ് ആണ് ഈ കോമ്പൗണ്ട് അല്ലേ. ഇതിന് എനിക്ക് പറഞ്ഞുകൂടെ, ദാറ്റ് ഇസ് A3O4 ടൈപ്പ്, Mn3O4. നേരത്തെ പറഞ്ഞ അഗെയിൻ ഇതും N3 തന്നെയാണ്, A3O4 ടൈപ്പ് ആണ്.
COFE2O4 ഇത് AB2O4 ടൈപ്പ് ആണേ. FeCr2O4 ഇതിന്റെ കേസിൽ ഇതും എന്ത് തന്നെയാ AB2O4 ടൈപ്പാ. പക്ഷേ ഇത് ഒരു സ്പൈനലാ, ഇത് ഇൻവേഴ്സ് സ്പൈനലാ. ഇത് ഇൻവേഴ്സ് സ്പൈനലാ, ഇത് സ്പൈനലാ. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കുക? അപ്പോൾ ആദ്യം നമ്മൾ സ്പൈനലും ഇൻവേഴ്സ് സ്പൈനലിന്റെ ഡെഫിനിഷൻ പഠിച്ചതിന് ശേഷം നമുക്ക് ആ മെത്തേഡിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് സ്പൈനൽസ് നോക്കാം. സ്പൈനൽസിന്റെ മറ്റൊരു പേരാണ് നോർമൽ സ്പൈനൽസ് എന്ന് പറയാം. ഇഫ് കൺസിഡർ എ മോളിക്യൂൾ ദാറ്റ് ഇസ് A3O4 അല്ലെങ്കിൽ AB2O4 ഈ ടൈപ്പ്, ഈ രണ്ട് സാധനം എടുക്കുക. ഈ രണ്ട് തരത്തിലുള്ള മിക്സഡ് ഓക്സൈഡ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. that is here you can see that A2+ ഉണ്ട്, A3+ ഉണ്ട്, അതേപോലെ തന്നെ O2- ഉണ്ട്. ഇതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അവിടെ എല്ലാ O2- CCP അറേഞ്ച്മെന്റിലാണ് ഉണ്ടാവുക. CCP മീൻസ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. നിങ്ങൾ ക്ലോസ് പാക്കിങ്ങിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ ക്ലോസ് പാക്കിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ ടേം കേട്ടിട്ടില്ല, വോയിഡ്സ് അല്ലെങ്കിൽ ഹോൾസ് എന്നൊക്കെ പറയും. There are two types of void is there. One is we call it as tetrahedral void ഉണ്ട്, octahedral void ഉണ്ട്. അതായത് O2- CCP അറേഞ്ച്മെന്റ് നടത്തുമ്പോൾ അവിടെ ടെട്രാഹെഡ്രൽ വോയിഡുകളും ക്രിയേറ്റ് ചെയ്യപ്പെടും, ഒക്ടാഹെഡ്രൽ വോയിഡും ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി മനസ്സിലാക്കുക, നമ്മളെടുത്ത് A2+ ഉണ്ട്, A3+ ഉണ്ട് അല്ലേ. നിങ്ങളുടെ കയ്യിലുള്ള A2+കൾ കംപ്ലീറ്റ്, ഐ മീൻസ് 100% A2+, അതായത് ഫുൾ A2+കളും ടെട്രാഹെഡ്രൽ ഹോളിൽ ഓക്യുപ്പൈ ചെയ്യുന്നിരിക്കുക. അതേപോലെ തന്നെ A3+കൾ ഓക്യുപ്പൈസ് അറ്റ് എവിടെ? ഒക്ടാഹെഡ്രൽ വോയിഡ്സിലും ഓക്യുപ്പൈ എന്ന് വിചാരിക്കുക. മനസ്സിലാക്കുക നിങ്ങൾ. ദാറ്റ് യു ക്യാൻ റെപ്രസെന്റ് ആസ് A2+ ഓക്യുപ്പൈസ് അറ്റ് ടെട്രാഹെഡ്രൽ ആൻഡ് അതായത് 2A3+ ഉണ്ട് അല്ലേ, 2A3+ ഓക്യുപ്പൈസ് അറ്റ് ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ ഡൈവാലന്റ് ടെട്രാഹെഡ്രലും, ഐ മീൻസ് +2 ചാർജ് 11 ടെട്രാഹെഡ്രലും +3 ചാർജ് 11 ഒക്ടാഹെഡ്രലും വരുന്നു. അതേപോലെ തന്നെ O4 ഇങ്ങനെയാണ് ഫോർമുല എങ്കിൽ, അത് മാത്രമല്ല ഈ കേസിലാകുമ്പോൾ യു ക്യാൻ സേ ദാറ്റ് നമ്മൾ ഇങ്ങനെയാണ് വരക്കുക. A2+കൾ ടെട്രാഹെഡ്രൽ, അതേപോലെ തന്നെ 2B3+കൾ ഒക്ടാഹെഡ്രൽ, O4 ഇതാണ് ഫോർമുല എങ്കിൽ, ഒന്നുകിൽ ഈ ഫോർമുല അല്ലെങ്കിൽ ഈ ഫോർമുലയാണെങ്കിൽ, അത് A2+കൾ ടെട്രാഹെഡ്രൽ മാത്രം, +3 ചാർജ് അയോണുകൾ ഒക്ടാഹെഡ്രൽ മാത്രം, അങ്ങനത്തെ സ്ട്രക്ചറാ ഉള്ളത് എങ്കിൽ അതിന് പറഞ്ഞ പേരാണ് വി കോൾഡ് ആസ് സ്പൈനൽ അല്ലെങ്കിൽ നോർമൽ സ്പൈനൽ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലാക്കണേ, A2+കൾ ടെട്രാഹെഡ്രലും മാത്രം, പിന്നെ +3 ചാർജ് 11 ഒക്ടാഹെഡ്രലും മാത്രം ആണെങ്കിൽ സ്പൈനൽസ് എന്നാ പറയാം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇൻവേഴ്സ് സ്പൈനൽ അല്ലെങ്കിൽ ആന്റി സ്പൈനൽ എന്ന് മനസ്സിലാക്കുക. ഞാൻ അഗൈൻ A3O4 ഇങ്ങനെ വരച്ചു. A2+, A3+, A3+O4. നിങ്ങൾക്കറിയാം 2 A3+ അവിടെ ഉണ്ട് അല്ലേ. ദെൻ AB2O4 A2+, B3+, B3+O4 ഇങ്ങനെ വരച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മൊത്തം 2 A3+ ഉണ്ട്. അതിൽ പകുതി ആൾക്കാർ, ഐ മീൻസ് 50% ആൾക്കാർ, അപ്പൊ 100 A3+ ഉണ്ടെങ്കിൽ 50 പേർ, 2 ഉണ്ടെങ്കിൽ ഒരാൾ. അയാളോടെ പോകുന്ന അറിയാവും, ഒരു A3+ ടെട്രാഹെഡ്രലിലേക്ക് പോകും. റൈറ്റ്, അങ്ങനെയാകുമ്പോ ബാക്കി A3+, അടുത്ത 50% A3+ ഒക്ടാഹെഡ്രലിലേക്ക് പോകും. A3+ മാത്രമല്ല ഒക്ടാഹെഡ്രലിലേക്ക് പോകുക, ഇയാൾ കംപ്ലീറ്റ് അങ്ങ് ഒക്ടാഹെഡ്രലിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പറഞ്ഞൂടെ, A2+ 100% A2+ഉം എവിടത്തേക്കാ പോവുക? ഒക്ടാഹെഡ്രലിലേക്ക് പോകും. 100% A2+ഉം ഒക്ടാഹെഡ്രലിലേക്ക് പോകും. അതേസമയം 50% A3+ ഒക്ടാഹെഡ്രലും അടുത്ത 50% A3+ എവിടെയാ ഉണ്ടാവുക? ടെട്രാഹെഡ്രലും ഉണ്ടാവും. അത്തരം ഓക്സൈഡ്സിന് പറയുന്ന പേരാണ് വി കോൾഡ് ആസ് ഇൻവേഴ്സ് സ്പൈനൽ എന്നാ പറയാം. അപ്പൊ നമ്മളിങ്ങനെ ഇത് വരക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ടെട്രാഹെഡ്രലിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ. ഈ കേസിൽ ടെട്രാഹെഡ്രലിൽ A3+ ഉള്ളത്, ദാറ്റ് ഈസ് യു ഹാവ് ടു സേ ഫസ്റ്റ് നിങ്ങൾ വരക്കണം A3+ ടെട്രാഹെഡ്രൽ ഉണ്ട്. മനസ്സിലാക്കണേ, ടെട്രാഹെഡ്രൽ പിന്നെ A2+ ഇല്ല, എവിടെയും കാണുന്നില്ല. ഇനി ഒക്ടാഹെഡ്രലിൽ ആരൊക്കെയാ ഉള്ളത്?
നിങ്ങൾ മനസ്സിലായിക്കോ. ഒക്ടാഹെഡ്രൽ A2+ ഉണ്ട്, A2+ ഒക്ടാഹെഡ്രലുണ്ട്. റെഡി? ആ ഒക്ടാഹെഡ്രൽ A3+ ഒരു 50% A3+ ഉണ്ട്. ദാറ്റ് ഈസ് A3+ ഒക്ടാഹെഡ്രലുണ്ട്. ദെൻ O4. ഇതാണ് ഇൻവേഴ്സ് സ്പൈനൽസിന്റെ ഒരു സ്ട്രക്ചർ. ഇനി ഇതാണ് തന്നിരിക്കുക. എഗെയിൻ നിങ്ങൾ ചെയ്തപോലെ തന്നെ ഒരു B3+ നിങ്ങൾ ടെട്രാഹെഡ്രലിലേക്ക് കൊണ്ടുപോവുക. ബാക്കി ഈ ചങ്ങായിമാരെ നിങ്ങൾ ഒക്ടാഹെഡ്രലും വെക്കുക. The formula is that is B3+ ടെട്രാഹെഡ്രൽ. നൗ A2+ അതേപോലെ തന്നെ B3+ ഒക്ടാഹെഡ്രൽ O4. കാരണം ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ 2 B3+ ഉണ്ട്, പക്ഷെ ഒരൊറ്റ A2+ ഉള്ളൂ. അപ്പം B3+ ഒക്ടാഹെഡ്രൽ കൊടുക്കാനും ഉണ്ട്, ടെട്രാഹെഡ്രൽ കൊടുക്കാനും ഉണ്ട്. ദാറ്റ് ഇസ് വൈ ഇങ്ങനത്തെ സ്ട്രക്ചർ കിട്ടും. ദിസ് ഇസ് ബി കോൾ ഇറ്റ് ആസ് ഇൻവേഴ്സ് സ്പൈനൽ. നിങ്ങളൊരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. സ്പൈനൽസിന്റെ കേസിൽ A2+ ടെട്രാഹെഡ്രൽ, A3+ ഒക്ടാഹെഡ്രൽ. ഇൻവേഴ്സ് സ്പൈനൽസിന്റെ കേസിൽ ടെട്രാഹെഡ്രൽ A3+ ആയിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ B3+ ആയിരിക്കും ഉണ്ടാവുക. ഐ മീൻസ് ട്രൈവാലന്റ് കാറ്റയോൺസ് ആണ് ടെട്രാഹെഡ്രലിന്റെ കേസിൽ ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം ഇങ്ങനെ, Mn3O4 തരിക. നിങ്ങളോട് ചോദിച്ചു അത് സ്പൈനൽ ആണോ ഇൻവേഴ്സ് സ്പൈനൽ ആണോ എന്ന്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുമോ അത് ടെട്രാഹെഡ്രൽ ആണോ Mn2+ ഉള്ളത്, അല്ലെങ്കിൽ Mn3+ ടെട്രാഹെഡ്രൽ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചുമ്മാ ഈ മോളിക്കൂൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ ആർക്കും പറ്റില്ല. ഒരു വഴിയുടെ നേരത്തെ പറഞ്ഞത് CFSC ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുള്ള സമയം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസറിങ് ഇല്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ അത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തഡാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഓക്കെ, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. If both M2+ and M3+ are non-transition metals, then it will be spinal ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് മനസ്സിലായിക്കോളും. ദാറ്റ് ഈസ് if you are given MgAl2O4 ഇത് തരിക. നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് സ്പൈനൽ ആണോ ഇൻവേഴ്സ് സ്പൈനൽ ആണെന്ന് ചോദിക്കുക. വളരെ സിമ്പിളാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ട കുട്ടികളെ. Mg നോൺ ട്രാൻസിഷൻ ആണ്, Al നോൺ ട്രാൻസിഷൻ ആണ്. Therefore definitely it will be എന്തായിരിക്കും? സ്പൈനൽ ആയിരിക്കും. ഇനി രണ്ടാമത്തെ, if M2+ നോൺ ട്രാൻസിഷൻ, റെഡി, M3+ ട്രാൻസിഷൻ മെറ്റൽ, M3+ ട്രാൻസിഷൻ മെറ്റൽസ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും MgCr2O4. ഓക്കെ, ഇവിടെ Mg2+ അല്ലേ ഉള്ളത്, റെഡി. അതേപോലെ തന്നെ Cr3+ ഉണ്ട് അല്ലേ. Mg2+ ഈസ് നോൺ ട്രാൻസിഷനാ, Cr3+ ഈസ് ട്രാൻസിഷനാ. ആ കാറ്റഗറിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം പോരാ, ആ നോൺ ട്രാൻസിഷൻ മെറ്റൽസിന്റെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഔട്ടർ ഡി ഇലക്ട്രോൺസിന്റെ എണ്ണം ഒന്നുകിൽ D1, D2, D3, D4, D5 ഇല്ലേ, D0 ഇല്ല, D5 ഇല്ല, D5 ഇല്ലേ, D6, D7, D8, D9, D10 ഇല്ലേ. ഐ മീൻസ് D0 ഇല്ല, D5 ഇല്ല, D10 ഇല്ല. അങ്ങനെ ഇല്ലാത്ത ഈ ഒരു കോൺഫിഗറേഷൻ ആണ് M3+ വരുന്നത് എങ്കിൽ അവന്മാരൊക്കെ സ്പൈനൽ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Mg2+, that is നോൺ ട്രാൻസിഷൻ. നമ്മൾ ഇയാളുടെ കാര്യമാണ് നോക്കേണ്ടത്. നോക്കിക്കോളെ, ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ കോൺഫിഗറേഷനുകൾ പഠിച്ചിരിക്കാനും 3d5 4s1. Cr3+ ആക്കി അല്ലേ, Cr3+ ആക്കി. Cr3+ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ 3 ഇലക്ട്രോൺസ് മിസ്സായി പോകണം. 1 ഇവിടുന്നും പോയി, 2 ഇവിടുന്നും പോയി, അപ്പം 3d3 ആയിട്ട് മാറി. നോക്കടാ, D3 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ഇവിടെ പെടുന്നല്ലേ. Therefore it is again എന്ത് തന്നെയാണ്? സ്പൈനൽ ആണ്. ഇനി അതല്ല, ഇവിടെ വന്നിരിക്കുന്ന കോൺഫിഗറേഷൻ D0 D5 D10 ആണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ഈസ് എ ഇൻവേഴ്സ് സ്പൈനൽ ആയിരിക്കും. അത് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ ഇവിടത്തേക്ക് വരിക. ദാറ്റ് ഈസ് ഇഫ് M2+ ട്രാൻസിഷൻ മെറ്റൽസ് ആണ്, M3+ ട്രാൻസിഷൻ മെറ്റൽസ് ആണെങ്കിൽ നിങ്ങൾ ഞാൻ പറയാൻ പോലെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കണേ, നിങ്ങൾക്കൊരു മോളിക്കൂൾ തരാ, ദാറ്റ് ഈസ് Mn3O4 തരാ. അങ്ങനെയാകുമ്പോൾ അവിടെ Mn2+ ഉണ്ട്, അതേപോലെ തന്നെ Mn3+ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും ഓക്സിഡൈസ് സ്റ്റേറ്റ് നോക്കി നോക്കണം. നോക്കിക്കോളെ, Mn2+ന്റെ അറ്റോമിക് നമ്പർ Mn 25,
Mn2+ ആകുമ്പോൾ 3d5 4s2 ആയിരുന്നു Mന്റെ കോൺഫിഗറേഷൻ, രണ്ടെണ്ണം പോയാൽ 3d5 ആവും അല്ലേ. Mn2+ 3d5 ആണ്. റെഡി. അതേപോലെ തന്നെ Mn3+ 3d4 ആയിരിക്കും അല്ലേ. നിങ്ങൾ നോക്കണം ഇതിനടുത്തെ ഇതൊന്ന് ചെക്ക് ചെയ്യാം. M2+ന് 3d5 ആ. 3d5 ഇതിൽ കാണുന്നില്ലല്ലോ, എവിടെയും കാണുന്നില്ല. 3d5 ഇവിടെ ഇല്ല. അതേപോലെ തന്നെ M3+ന് d4 ആ, അതും ഇവിടെ ഇല്ല. ദാറ്റ് മീൻസ് ഇൻവേഴ്സ് സ്പൈനൽസിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഞങ്ങളോട് പറഞ്ഞേക്ക് ഒന്നുകിൽ സ്പൈനലാ അല്ല ഇൻവേഴ്സ് സ്പൈനലാ. അങ്ങനെ ആകുമ്പോൾ ഇത് ഇൻവേഴ്സ് സ്പൈനലല്ല, സ്പൈനലേ ആകാൻ പറ്റുള്ളൂ. റെഡി. അതേസമയം യു ആർ ഗിവൺ Fe3O4 തരിക. Fe3O4 അവിടെ ഉണ്ടാകുക Fe2+ ഉണ്ട്, Fe3+ ഉണ്ട്. Fe2+ന്റെ Feയുടെ അറ്റോമിക് നമ്പർ 26, കോൺഫിഗറേഷൻ 3d6 4s2. Fe2 ആകുമ്പോൾ 3d6 6 ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് Mn2+ 36. Fe3+ ആകുമ്പോൾ 3d5 അല്ലടോ, അതാ d6 ഉണ്ട് d5 ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇത് നമ്മുടെ ഇൻവേഴ്സ് സ്പൈനൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. therefore it is എന്തായിരിക്കും, ദാറ്റ് ഇസ് ഇൻവേഴ്സ് സ്പൈനൽ ആയിരിക്കും. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തറവായിക്കോളൂ കാര്യങ്ങൾ. ഓക്കെ. നൗ CO Fe2O4 രണ്ടും ട്രാൻസ്മിറ്ററിലാണ്. സിഒയും എഫിയും ട്രാൻസ്മിറ്ററിലാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇവിടത്തേക്കാണ് നോക്കേണ്ടത്. അത് ഇൻവേഴ്സ് സ്പൈനൽ ആണോ അല്ലയോ എന്ന് മാത്രമേ നിങ്ങൾ നോക്കേണ്ടുള്ളൂ. ഇൻവേഴ്സ് സ്പൈനൽ അല്ലെങ്കിൽ സ്പൈനൽ ആയിരിക്കും, ദാറ്റ് ഇസ് ഓൾ. അങ്ങനെയാകുമ്പോൾ CO Fe2O4 കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ 27. നമ്മുടെ കൊബാൾട്ടിന്റെ ചാർജ് CO2+. അങ്ങനെയാകുമ്പോൾ 3d7 4s2 ആയിരുന്നു. 2 ഇലക്ട്രോൺസ് പോയാൽ 3d7. നോക്ക് M2+ന് 3d7. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡാ. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണേ. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് Fe3+ന്റെ കാര്യം നോക്കണം. ഇവിടെ Fe3+ അല്ലേ. Fe3+ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, ദാറ്റ് ഈസ് 26 ആണ്. 3 ഇലക്ട്രോൺസ് പോയാൽ 3d5 ആ. ഓക്കെ, 3d5ന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആ. therefore we can say that it is a inverse spinal ആയിരിക്കും. it is a inverse spinal. വളരെ സിമ്പിൾ ആണ്. NiFe2O4 അടുത്ത മോളിക്യൂളാണേ. Ni2+ ഉണ്ട്, അതേപോലെ തന്നെ Fe3+ ഉണ്ട് അല്ലേ. അങ്ങനെയാകുമ്പോൾ Ni2+ വരുമ്പോൾ what you get, that is Niക്ക് 28. അപ്പോൾ 2 ഇലക്ട്രോൺസ് നഷ്ടമായാൽ 3d8 ആയിരിക്കും ഇതിൻ്റെ കോൺഫിഗറേഷൻ. Fe3+ നിങ്ങൾ ഓൾറെഡി കണ്ടു, 3d5 ആ. 3d8 ഉണ്ട് ഇവിടെ ഉണ്ട്, 3d5 ഇവിടെ ഉണ്ട്. therefore it is an inverse spinal. അപ്പോൾ Fe3+കൾ ഉണ്ടായാൽ there is a possibility of becomes inverse spinal. ഉറപ്പില്ല കേട്ടോ. ഒരു എക്സാമ്പിൾ നോക്കാം. Zn Fe2O4 ആയിക്കോട്ടെ. Zn Fe2O4 ആ കേസിൽ Zn2+ ആണുള്ളത് അല്ലേ. സിങ്കിന്റെ നമ്പർ 30, കോൺഫിഗറേഷൻ 3d10 4s2. 2 ഇലക്ട്രോൺസ് പോയാൽ 3d10. Fക്ക് +3 ഓക്സിഡൈസ് സ്റ്റേറ്റും ഉണ്ട്. ആദ്യം നമ്മൾ നോക്കേണ്ടത് M2+. 3d10 ഇവിടെ എങ്ങാനും കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ +5 ഇവിടെ കാണുന്നുണ്ട് Fe3+ന്. പക്ഷെ ഇവിടെ 10 കാണുന്നില്ല. അതുകൊണ്ട് വിട്ടേക്ക, അത് ഇൻവേഴ്സ് സ്പൈനൽ അല്ല. അപ്പോൾ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി ദിസ് ഈസ് എ എന്തായിരിക്കും, സ്പൈനൽ ആയിരിക്കും. നിങ്ങൾ ഇൻവേഴ്സ് സ്പൈനൽ ആണോ അല്ലോ ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സ്പൈനൽ കൊടുത്തോ. നെക്സ്റ്റ് വൺ FeCr2O4. എഫിക്ക് എത്രയാണ് ചാർജ്? Fe2+ ആണ്. CRന് 3+ ആണ് ഇവിടുത്തെ ചാർജ് അല്ലേ. Feയുടെ 26 ആണ്. അപ്പോൾ 2 ഇലക്ട്രോൺസ് പോയാൽ 3d6 ആണ് ബാക്കി ഉണ്ടാവുക. 3d6 ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ, 3d6 ഉണ്ട്. ഓക്കെ ഉണ്ട്. അത് പോരെ, 3d6 മാത്രം കിട്ടിയാൽ പോരെ. ഇനി അടുത്ത Cr3+. ക്രോമിയത്തിൻ്റെ നമ്പർ 24 ആയിരുന്നു. അതിൻ്റെ കോൺഫിഗറേഷൻ 3d5 4s1 ആയിരുന്നു അല്ലേ. അതിൽ നിന്ന് 3 ഇലക്ട്രോൺസ് പോയാൽ 3d എത്രയായിട്ട് മാറി? 3d ഒന്ന് ഇവിടുന്ന് പോയി, ഇവിടുന്ന് പോയാൽ 3d3 ആയിട്ട് മാറി. 3d3 നോ, ഇവിടെ എവിടെയും കാണുന്നില്ല. അപ്പോൾ ഇൻവേഴ്സ് സ്പൈനൽ അല്ല. ഇൻവേഴ്സ് സ്പൈനൽ അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി, ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ എന്തായിരിക്കും, സ്പൈനലായിരിക്കും. ഇൻവേഴ്സ് സ്പൈനൽ ആണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സ്പൈനൽ ആണോ അല്ലാതെ നിങ്ങൾ നോക്കണ്ട. ഇൻവേഴ്സ് സ്പൈനൽ ആണോ നോക്കുക. ഇൻവേഴ്സ് സ്പൈനൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്പൈനലിലേക്ക് പോയിക്കോളൂ. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ZnAl2O4 അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞത് M2+ നോൺ ട്രാൻസിൻ, M3+ ട്രാൻസിൻ. ഇത് നേരെ തിരിച്ചാണ് ZnAl2O4. അതേപോലെ തന്നെ FeAl2O4. ഇവിടെ ഈ 3+ ചാർജുള്ള സംഭവം എന്താണ്? ഐ മീൻസ് നോൺ ട്രാൻസിനാണ്.
നമ്മൾ സാധാരണയായിട്ട് അലൂമിനിയം ആണ് വരിക കേട്ടോ. അലൂമിനിയം വരുന്നത് ഈ ചങ്ങായിമാരൊക്കെ പ്രത്യേകം എന്താണെന്ന് അറിയോ? സ്പൈനൽസ് ആയിരിക്കും. സാധാരണ കേസിൽ സ്പൈനൽസ് ആയിരിക്കും, റൈറ്റ്. അതേസമയം ഈ ഒരു മോളിക്യൂൾ ഒരു എക്സെപ്ഷൻ ആണ്. ദാറ്റ് ഈസ് എന്തായിരിക്കും എന്നറിയോ? അതൊരു ഇൻവേഴ്സ് സ്പൈനൽ ആയിരിക്കും. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മോളിക്യൂൾ സ്പൈനൽ ആണോ ഇൻവേഴ്സ് സ്പൈനൽ ആണോ എന്ന് മനസ്സിലാക്കാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തിയററ്റിക്കലി നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ എക്സ്പെരിമെന്റിൽ അതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് വാല്യൂ കണ്ടുപിടിച്ച് നമ്മൾ ഇതിലേക്ക് ഉത്തരത്തിലേക്ക് എല്ലായ്പ്പോഴും ശരിയാവുന്നില്ല. പക്ഷേ 99.9% ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് പല ക്വസ്റ്റ്യൻസും ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ശരിയാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കാരണം നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻസിലും നെറ്റ് ക്വസ്റ്റ്യൻസിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് എന്നിരുന്നാലും നിങ്ങൾ ഒന്നുകൂടി ചെയ്ത് നോക്കുക. 10 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. ഒന്നാമത് COFE2O4 നിങ്ങൾക്ക് ആൻസർ കിട്ടുക ഇൻവേഴ്സ് സ്പൈനലാണ്. അത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നൗ NiFe2O4 ഇൻവേഴ്സ് സ്പൈനലാണ് കിട്ടുക. നൗ CuFe2O4 ഇൻവേഴ്സ് സ്പൈനലാണ് കിട്ടുക. FeCr2O4 സ്പൈനൽ കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ. MnCr2O4 സ്പൈനലാണ് കിട്ടുക. MnAl2O4 സ്പൈനൽ കിട്ടും. MgCr2O4 തന്നെയാണേ, O4 സ്പൈനൽ കിട്ടും. CO3O4 സ്പൈനൽ, Mn3O4 സ്പൈനൽ, Fe3O4 ഇൻവേഴ്സ് സ്പൈനൽ. നിങ്ങൾ വെറുതെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാനീ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചോട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. ഇത് മാത്രമല്ല, ഇനി ഏതെങ്കിലും ഒരു സ്പൈനലിൻ്റെ ഇൻവേഴ്സ് സ്പൈനലിൻ്റെ സ്ട്രക്ചർ, സ്പൈനലിൻ്റെയോ മോളിക്യൂൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഇനി അഥവാ ചെക്ക് ചെയ്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ആ കാര്യം എന്നെ ഒന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.